Hello guys, welcome to Start and Time. Mechanics of Solids in the module 5 ലാസ്റ്റ് ആൻഡ് ഫൈനൽ പാർട്ട് 3യിലേക്ക് നമ്മൾ കിടക്കുകയാണ്. നമ്മൾ തൊട്ട് മുന്നേ കോളംസ് വെച്ചിട്ട് പാർട്ട് 2 കഴിഞ്ഞായിരുന്നു. പാർട്ട് 3യിൽ നമ്മൾ കുറച്ച് ടോർഷൻ്റെ പാർട്ടാണ് പറയുന്നത്. ടോർഷൻ ഓഫ് ഷാഫ്റ്റ്സ്, ടോർഷൻ ഇക്വേഷൻ, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സ്ട്രെസ്, പവർ ട്രാൻസ്മിറ്റഡ് ബൈ ഷാഫ്റ്റ്, സ്ട്രെയിൻ എനർജി ഡ്യൂ ടു ടോർഷൻ ഒക്കെയാണ് നമ്മൾ പാർട്ട് 3യിൽ പറയുന്നത്. സിമ്പിൾ ആയിട്ടുള്ള പോർഷനാണ്. കുറച്ച് ഇക്വേഷൻസ് ഒക്കെ ഉണ്ടെന്നേ ഉള്ളൂ. അതും നമുക്ക് തൊട്ട് മുന്നേ സ്ട്രെയിൻ എനർജി ആ സ്ട്രെസ്സിൻ്റെ കാര്യമൊക്കെ പറഞ്ഞ വെച്ചിട്ട് ഫ്ലെക്ഷൻ പറഞ്ഞ വെച്ച് കമ്പയർ ചെയ്ത് പഠിക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പം സ്റ്റാർട്ട് ചെയ്യാം. എന്താണ് ടോർഷൻ? ട്വിസ്റ്റിംഗ് ഓഫ് എ ബോഡിയാണ് നമ്മൾ ടോർഷൻ എന്ന് പറയുന്നത്. ഇറ്റ് വിൽ ബി ഹാപ്പനിങ് അണ്ടർ എൻ അപ്ലൈഡ് ടോർക്ക്. അപ്പൊ ടോർക്ക് എന്താ? ട്വിസ്റ്റ് ചെയ്യാൻ കൊടുത്ത മൊമെന്റ് എന്ന് പറയുന്നതിന് പകരം നമ്മൾ പറയുന്നതാണ് ടോർക്ക്. സോ മൊമെന്റ് അവിടെ ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് വന്നതുപോലെ ടോർക്കും എന്തായിരിക്കും? ഫോഴ്സ് ഇൻറ്റു ഒരു ഡിസ്റ്റൻസ്, പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് തന്നെയാണ്. ചെറിയ ചേഞ്ച് എന്താന്ന് വെച്ചാൽ ഫോഴ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ ടാൻജൻഷ്യൽ ഫോഴ്സ് അപ്ലൈഡ് ആൻഡ് ഇവിടുത്തെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ ടാൻജൻഷ്യൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന ഒരു ഷാഫ്റ്റിന്റെ അറ്റത്തായിരിക്കും. ഈ ഷാഫ്റ്റിന്റെ റേഡിയസ് ആണ് ഇവിടുത്തെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. നിങ്ങളുടെ പാർട്ടി പോപ്പ് ഉണ്ടാവല്ലോ, നമ്മൾ ബർത്ത്ഡേ പാർട്ടീസ് വരുമ്പോൾ നമ്മൾ ഈ ഗ്ലിറ്റേഴ്സ് പോപ്പ് ചെയ്യുന്ന മറ്റേ ഒരു സർക്കുലർ ഒരു സിലിണ്ടറിക്കൽ സാധനം ഇല്ലേ? അപ്പം ഈ സാധനം നമ്മൾ ട്വിസ്റ്റ് ചെയ്ത് അല്ല ഇത് പൊട്ടിക്കുന്നത്. അപ്പം ഇത് ട്വിസ്റ്റ് ചെയ്യുമ്പം ഏറ്റവും താഴെയുള്ള ആ ഒരു എൻഡിലാണ് പിടിച്ച് നമ്മൾ കറക്കുന്നത്. അപ്പം ടാൻജൻഷ്യൽ ഫോഴ്സ് ആയിട്ടാണ് നമ്മൾ ഈ ഒരു പാർട്ടി പോപ്പിന്റെ എൻഡിൽ നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ്. ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ അപ്പോൾ എന്തായിരിക്കും? ഈ സിലിണ്ടറിക്കൽ ആ ഒരു സെക്ഷന്റെ സെന്റർ വരെയുള്ള ഡിസ്റ്റൻസ് ആണ് എന്ത്? പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. മനസ്സിലാവുന്നുണ്ടോ? സോ ഇവിടുത്തെ റേഡിയസ് ഓഫ് ദ ഷാഫ്റ്റ് ആണ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. സോ നിങ്ങൾക്ക് ക്ലിയർ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. മൊമെന്റിനെ റിലേറ്റ് ചെയ്ത് തന്നെ പഠിച്ചാൽ മതി. ഇറ്റ് ഈസ് ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ഫോഴ്സ് ടാൻജൻഷ്യൽ ആകുമ്പോൾ ഈ ഡിസ്റ്റൻസ് റേഡിയസ് ആകുന്നു, അത്രയേ ഉള്ളൂ. ഓക്കെ, ഈ ടോർക്ക് എന്ന് പറയുന്നത് ഈ ഷാഫ്റ്റിൽ കുറച്ച് ഷിയർ സ്ട്രെസ് കൂടെ ഇൻഡ്യൂസ് ചെയ്യും. സ്ലിപ്പേജ് പോലാണല്ലോ. അപ്പം ടോർക്ക് ഇൻഡ്യൂസസ് സം ഷിയർ സ്ട്രെസ് ഇൻ ദ ഷാഫ്റ്റ്. അപ്പൊ ഈ ഷിയർ സ്ട്രെസ് ആണ് ടോർഷൻ സംഭവിക്കുന്ന ബോഡിയിൽ മേജർ ആയിട്ടുള്ള സ്ട്രെസ് എന്ന് പറയുന്നത്. ടോർക്ക് ഇൻഡ്യൂസ്ഡ് സ്ട്രെസ് വിച്ച് ഇസ് ഓഫ് ദ ഫോം ഷിയർ. ടോർക്ക് ഇൻഡ്യൂസ്ഡ് ഷിയർ സ്ട്രെസ്, ഇതാണ് നമ്മൾ ജനറലി ടോർഷൻ സംഭവിക്കുന്ന ബോഡിയിൽ വരുന്ന സ്ട്രെസ്. ഷിയർ ആണ്, ഷിയറിങ് നേച്ചർ ആണ് ടോർക്ക് ഇൻഡ്യൂസ്ഡ് സ്ട്രെസ്സിനുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിനകത്ത് ഈ സ്ട്രെസ്സിന്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ വേണ്ടുന്ന അസംഷൻസ് ഒന്ന് നോക്കാം. അസംഷൻസ് ടു ഫൈൻഡ് the shear stress due to torsion in circular shafts. അപ്പൊ ആദ്യം നമ്മൾ എപ്പോഴും പറയുന്ന അതേ അസംഷൻ ആണ്, മെറ്റീരിയൽ ഓഫ് ഷാഫ്റ്റ് is uniform throughout. Second one, twist along the shaft is uniform. Twist കൊടുക്കുന്ന ട്വിസ്റ്റ് യൂണിഫോം ആണ്. Normal cross section of the shaft remains plain and circular before and after the twist. അതായത് അതിന്റെ ഷേപ്പിലൊന്നും ചേഞ്ച് ഇല്ല എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ക്രോസ് സെക്ഷൻ ഓഫ് ദ ഷാഫ്റ്റ് remain plain and circular before and after twist. All diameters of normal cross section remain straight and unchanged before and after twist. Third one പറഞ്ഞ പോലെ തന്നെയാണ്, കുറച്ചുകൂടെ സ്പെസിഫിക് ആയിട്ട് പറയുകയാണ്. Diameters of normal cross section remain straight and unchanged before and after the twist. Distortion ഒന്നും വരുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. ഇത്രയാണ് അസംഷൻസ്. ഇനി നമുക്കപ്പോൾ ഈ ഷിയർ സ്ട്രെസ് ഡ്യൂ ടു ടോർഷൻ ഇൻ സർക്കുലർ ഷാഫ്റ്റ്സ് കണ്ടുപിടിക്കണം. അപ്പൊ ആദ്യം നമ്മൾ ചെയ്യുന്നത് ഒരു സർക്കുലർ ഷാഫ്റ്റിനെ കൺസിഡർ ചെയ്യുകയാണ്. അതിൽ ഒരു എൻഡ് എയും ആ എൻഡ് ഫിക്സ്ഡ് ആണ്. അപ്പൊ നിങ്ങൾ ഇമാജിൻ ചെയ്യേണ്ടത് ഒരു സിലിണ്ടറിക്കൽ ഒരു ഷാഫ്റ്റ് ആണ്. അപ്പം ഫിക്സ്ഡ് ആയിട്ടുള്ള എൻഡ് എയും ഫ്രീ ആയിട്ട് നിൽക്കുന്ന എൻഡ് ബിയും ആണ്. ഓക്കെ, അപ്പം ഫ്രീ എൻഡിൽ പിടിച്ചായിരിക്കും നമ്മൾ ടോർഷൻ കൊടുക്കുന്നത്. അപ്പൊ നമ്മളൊരു മതിലിൽ ഒരു സർക്കുലർ ഇത് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നു. അപ്പം സർക്കുലർ സിലിണ്ടർ അല്ലെങ്കിൽ ഈ ഷാഫ്റ്റ് ഫിക്സ് ചെയ്യുമ്പോൾ ഫ്രീ ആയിട്ട് നിൽക്കുന്ന എൻഡിൽ പിടിച്ചാണ് നമ്മൾ ട്വിസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഇതാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്ന കാര്യം. സോ എ ഈസ് ഫിക്സ്ഡ് ആൻഡ് ബി ഈസ് ഫ്രീ എൻഡ്.
ഇതില് ഈ ഷാഫ്റ്റിന്റെ സർഫസിൽ ഔട്ടർ സർഫസിൽ ഞാനൊരു ലൈൻ വരയ്ക്കുവാണ്. ഫിക്സ്ഡ് എൻഡ് എ തൊട്ട് ബി വരെ ഞാനൊരു ലൈൻ വരയ്ക്കുകയാണ്. സി ഡി എ ബി എന്ന് തന്നെ ഞാൻ പേര് കൊടുക്കുന്നില്ല. സി ഡി എ ബി നമുക്ക് ഇന്നർ ലൈനിന്റെ ലെങ്ത് എ ബി എന്ന് നമുക്ക് കൊടുക്കാം. ഇതിപ്പോൾ ഔട്ടർ സർഫസിലൂടെ ഉള്ള ഒരു ലൈൻ സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കഴിഞ്ഞാൽ സി ഡി എന്നാണ് ഞാൻ നെയിം ചെയ്യുന്നത്. ഓക്കെ. എന്നിട്ട് ഈ ഡി എന്ന് പറയുന്നത് ഫ്രീ എൻഡിൽ നിൽക്കുകയാണല്ലോ. അപ്പോൾ ആ ഫ്രീ എൻഡ് പിടിച്ച് ഞാൻ ക്ലോക്ക് വൈസ് ഒരു ടോർക്ക് ടി അപ്ലൈ ചെയ്യുകയാണ്. ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ടോർക്ക് റിലേറ്റ് ചെയ്ത് പഠിക്കുക. മൊമെന്റ് അപ്ലൈ ചെയ്യുന്നത് പോലെ തന്നെ ഒരു ട്വിസ്റ്റ്. അപ്പോൾ അതിന് നമ്മൾ ടെക്നിക്കലി ടോർക്ക് എന്ന് പറയാം. അതിൻ്റെ വാല്യൂ ടി. ടി ടോർക്ക് ഞാൻ ക്ലോക്ക് വൈസ് ആയിട്ട് ഈ ഫ്രീ എൻഡ് ബി ബിയിൽ അപ്ലൈ ചെയ്യുകയാണ്. അപ്പോൾ ഈ സി ഡി എന്ന് പറയുന്ന ലൈൻ എന്ത് സംഭവിക്കും? സി ഫിക്സഡ് നിൽക്കുകയാണ്, സോ അതിന് ചേഞ്ച് ഇല്ല. പക്ഷെ ഡി എന്ന് പറയുന്നത് ഈ ഏറ്റവും ഫ്രീ എൻഡ് ആയിട്ട് നിൽക്കുന്ന ആ ഒരു സർക്കുലർ ക്രോസ് സെക്ഷനിൽ ഒരു പോയിന്റ് ഡി, ആ ഡി ഇത്ര ടോർക്ക് അപ്ലൈ ചെയ്തപ്പോൾ ക്ലോക്ക് വൈസ് ആയിട്ട് മറ്റൊരു പോയിന്റോട്ട് മാറും, വിച്ച് ഇസ് ഡി ഡാഷ്. ഓക്കെ. അപ്പൊ ഡി എന്ന് പറയുന്നത് ഈ ട്വിസ്റ്റ് കൊടുത്തപ്പോഴത്തേക്കും ഡി ഡാഷിലോട്ട് മൂവ് ചെയ്തു. അപ്പം എന്താണ് ഇവിടെ സംഭവിച്ചത്? ട്വിസ്റ്റ് ചെയ്യുമ്പോൾ അവിടെ ഒരു ആംഗുലാർ ട്വിസ്റ്റ് ആണ് സംഭവിക്കുന്നത്. അപ്പൊ ഈ ഡി ടു ഡി ഡാഷ് എന്ന് പറയുന്നത് ഒരു ഷിയർ സ്ട്രെയിൻ, ആംഗുലാർ ആണല്ലോ നമ്മുടെ ഇവിടുത്തെ ഇപ്പം ചേഞ്ച് വന്നിരിക്കുന്നത്. സോ ഡി ഡി ഡാഷിലോട്ട് മൂവ് ചെയ്തപ്പോഴത്തേക്കും ഒരു ഷിയർ സ്ട്രെയിൻ ഫൈ ഇൻഡ്യൂസ്ഡ് ആകുകയാണ്. അപ്പൊ ഈ ഷിയർ സ്ട്രെയിൻ ഫൈ ഈസ് ഈക്വൽ ടു ആ ആംഗിൾ എന്ത് പറയാം? ഡി, ആദ്യം ഉണ്ടായിരുന്ന ഡി, അപ്പുറത്തെ എൻഡിൽ സി, ഡി ഡാഷ്. അടുത്ത ഡയഗ്രാം നിങ്ങൾ നോക്കുമ്പോൾ മനസ്സിലാകും. ഡി സി ഡി ഡാഷ്. ഷിയർ സ്ട്രെസ് ഇൻഡ്യൂസ്ഡ് എന്ന് പറയുന്നത് ടോ. ഈ ഷിയർ സ്ട്രെയിൻ കാരണം ഉണ്ടായ ഷിയർ സ്ട്രെസ് ടോ ആണ്. ഇനി ഞാനിപ്പം ഡി സി ഡി ഡാഷിന്റെ കാര്യമാണ് പറഞ്ഞത്. അത് ഔട്ടർ സർഫസിലുള്ള കാര്യമാണ്. ഇനി ഇതല്ല, നമ്മുടെ ഷാഫ്റ്റിന്റെ സെൻട്രൽ ആക്സിസിലൂടെ ഒരു ആംഗിൾ ഓഫ് ട്വിസ്റ്റ് വരും. ഷിയർ സ്ട്രെയിൻ സർഫസിൽ കൂടെ ഉള്ളതാണ്. ഇതല്ലാതെ ഉള്ളിൽ, ഷാഫ്റ്റിന്റെ ഉള്ളിൽ എത്ര ട്വിസ്റ്റ് നടന്നു എന്നുള്ളതാണ് ആംഗിൾ ഓഫ് ട്വിസ്റ്റ്. ആൻഡ് ദാറ്റ് ആംഗിൾ ഇസ് ഡി ഒ ഡി ഡാഷ്. നമുക്ക് ഡയഗ്രാം ഒന്ന് നോക്കാം. ഇത്രയും പറഞ്ഞത്. അപ്പൊ ഇതാണ് സർക്കുലർ ഷാഫ്റ്റ്. അതിന്റെ സെക്ഷൻ ആണ് ഈ കാണിക്കുന്നത്. എ ബി ലൈൻ ഉണ്ട്. എ ബി ലൈൻ ഫുൾ ആ ഷാഫ്റ്റിനെ റെപ്രസെന്റ് ചെയ്യാണ്. ഷാഫ്റ്റിന്റെ താണ്ട് ഈ ഒരു പോയിന്റിലൂടെ ഞാനൊരു ലൈൻ വരച്ചു, സി ഡി, സർഫസിൽ കൂടെ. ഈ സി ഡി ഇനിഷ്യലി ഇങ്ങനെ നിൽക്കുകയായിരുന്നു. ട്വിസ്റ്റ് കൊടുത്തപ്പോഴത്തേക്കും സർഫസിലൂടെ ഒരു ഫൈ ആംഗിൾ ഷിഫ്റ്റ് ചെയ്ത് ഡി ഡാഷിലൂടെ ഷിഫ്റ്റ് കൊടുത്തു. സോ ഫൈ ഇസ് ദ ഷിയർ സ്ട്രെയിൻ അലോങ് ദ സർഫസ്. പക്ഷേ ഇന്റേർണലി ആ ഷാഫ്റ്റിന് ഉള്ളിലുണ്ടായ ആംഗുലാർ ഷിഫ്റ്റ് എന്ന് പറയുന്നത് ആംഗിൾ ഓഫ് ട്വിസ്റ്റ് തീറ്റ എന്ന് പറയുന്നത് ഡി ഒ ഡി ഡാഷ് ആണ്. നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു. സൈ എന്ന് പറയുന്നത് സർഫസിലൂടെയുള്ള ട്വിസ്റ്റ് ആണ്, അല്ലെങ്കിൽ ആ ഒരു സ്ട്രെയിനിങ് ആണ്, വിച്ച് ഇസ് ആംഗുലാർ. എന്നാൽ ആംഗിൾ ഓഫ് ട്വിസ്റ്റ് എന്ന് പറയുന്നത് ഇന്റേണൽ ആണ്. ഓക്കെ. അപ്പൊ ഇങ്ങനെ നമ്മൾ ഈ ഒരു സിലിണ്ടറിനെ കട്ട് ചെയ്തെടുക്കുമ്പോൾ ഒരു കേക്കിന്റെ ഒരു പീസ് പോലെ ചെയ്യും. അവിടെ ഉണ്ടാകുന്ന O എന്ന് പറയുന്ന പോയിന്റ് ഉണ്ടാകുന്ന സെൻട്രൽ പോയിന്റ് ഉള്ള ആംഗിൾ ആണ് ആംഗിൾ ഓഫ് ട്വിസ്റ്റ്. ആംഗിൾ ഓഫ് ട്വിസ്റ്റ് ഇന്റേണൽ ആണ്, അല്ലാതെ ഷിയർ സ്ട്രെയിൻ എന്ന് പറയുന്ന ആ പെരിഫറലാണ്, ആ സർഫസിൽ വരുന്നതാണ് ഷിയർ സ്ട്രെയിൻ. ഓക്കെ. അപ്പൊ ഇത് രണ്ടിനെ നമുക്ക് മാത്തമാറ്റിക്കലി എക്സ്പ്രസ് ചെയ്യാം. ഷിയർ സ്ട്രെയിൻ അറ്റ് ഔട്ടർ സർഫസിന്റെ ഫൈ എന്താണ്? ഡി ഡി ഡാഷ് ബൈ സി ഡി അല്ലെ? tan phi is equal to opposite by adjacent. Tan phi വളരെ ചെറുതായതുകൊണ്ട് phi is equal to opposite by adjacent, d d dash by cd. cd is the length of the shaft L. അപ്പോൾ d d dash by L എന്ന് എഴുതാം. ഇനി ഇതുപോലെ ആംഗിൾ ഓഫ് ട്വിസ്റ്റിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഇവിടുന്ന് എടുക്കണം ആംഗിൾ ഓഫ് ട്വിസ്റ്റ്. ആംഗിൾ ഓഫ് ട്വിസ്റ്റ് കാരണം ഇന്റേണൽ ആണ്. ഇവിടെയും ഇതുപോലെ തീറ്റ is equal to d d dash by ഇവിടെ അഡ്ജസ്റ്റന്റ് ചെയ്ത റേഡിയസ് ക്യാപിറ്റൽ ആർ അല്ലെ? ഇവിടെ രണ്ടിടത്തും ഡി ഡി ഡാഷ് ഉണ്ട്. അപ്പൊ ഇവിടെ ഡി ഡി ഡാഷ് ബൈ എൽ ഇസ് ഈക്വൽ ടു ഫൈവ്. ഡി ഡി ഡാഷിനെ എനിക്ക് എങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം?
R into theta എന്ന് എഴുതിക്കൂടെ? So shear strain phi is equal to R theta by L. ഇനി ഈ shear strain എനിക്ക് എങ്ങനെ മാറ്റി എഴുതാം? In terms of shear stress, tau by C എന്ന് എഴുതാം അല്ലേ? നമുക്ക് മോഡുലസ് ഓഫ് റിജിഡിറ്റി C is equal to tau by phi ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് എനിക്ക് എങ്ങനെ എഴുതാം? ഫൈനെ R theta by L. സോ ഇവിടെ നിന്ന് എനിക്ക് ഫൈനൽ ഒരു ഇക്വേഷൻ കിട്ടും. tau by R is equal to C theta by L. ഇതിന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? C കോൺസ്റ്റന്റ് ആണ്, തീറ്റ കോൺസ്റ്റന്റ് ആണ്, L കോൺസ്റ്റന്റ് ആണ്. വേരിയേഷൻ ഏത് മാത്രമായിരിക്കും? ടോയും ആറും. അപ്പൊ R ഇങ്ങോട്ട് വന്നാൽ tau is directly proportional to R എന്ന് നമുക്ക് കിട്ടും. അതായത് ആ സർക്കുലർ ഷാഫ്റ്റിന്റെ റേഡിയസ് മാറും തോറും അതിൽ വരുന്ന ഷിയർ സ്ട്രെസ്സും മാറും. ഓക്കെ, അപ്പൊ ഏറ്റവും എക്സ്റ്റേണൽ സർഫസിൽ ഉണ്ടായിരുന്ന ഷിയർ സ്ട്രെസ് 2 ആണെങ്കിൽ അതിന്റെ റേഡിയസ് ക്യാപിറ്റൽ R ആണ്. അപ്പൊ ഇതേ റിലേഷൻ വിൽ ബി ഈക്വൽ ടു നമുക്ക് ഈ ഒരു സിലിണ്ടറിക്കൽ ഷാഫ്റ്റിൽ ഉള്ളിൽ ഏതെങ്കിലും ഒരു സർഫസ് എടുത്തു ഓഫ് സം റേഡിയസ് സ്മോളർ എന്ന് ഇരിക്കട്ടെ. അപ്പൊ ഉള്ളിൽ ഏതോ ഒരു ലെയർ ഓഫ് ഈ സിലിണ്ടർ എടുത്തപ്പോഴത്തേക്കും അവിടെയുള്ള ഷിയർ സ്ട്രെസ്, അപ്പൊ വിതിൻ ദ ഷാഫ്റ്റ് ഉള്ള ഷിയർ സ്ട്രെസ് എങ്ങനെ കണ്ടുപിടിക്കാം? പ്രൊപ്പോർഷണാലിറ്റി അല്ലെങ്കിൽ നമ്മൾ സിമിലാരിറ്റി വെച്ചിട്ട് ഔട്ടറിലുള്ള tau by R must be equal to ഇന്നറിൽ എവിടെയോ ഉള്ള Q by smaller, where Q is the shear stress at radius of R within the shaft. ഈ റിലേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് വെച്ച് നമുക്ക് പ്രോബ്ലംസ് സോൾവ് ചെയ്യാനുണ്ട്. ഓക്കെ, സോ ഇതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? tau by R is equal to C theta by is equal to Q by R എന്ന് എഴുതാം. ഓക്കെ, അടുത്തത് ഇതേ സർക്കുലർ ഷാഫ്റ്റ് രണ്ട് കേസിനെ പറയാം. ഒന്നുകിൽ സോളിഡ് സർക്കുലർ ഷാഫ്റ്റും അല്ലെങ്കിൽ ഹോളോ സർക്കുലർ ഷാഫ്റ്റും. ഇത് രണ്ടും നമ്മൾ പഠിക്കണം. അപ്പം ഈ പറഞ്ഞ കേസിൽ നമുക്ക് ഒരു ഷാഫ്റ്റ് സോളിഡ് ആണെന്ന് വരുമ്പോൾ അതിനൊരു ക്യാപിറ്റൽ R ഉണ്ട്. നമ്മളിപ്പോൾ തൊട്ട് മുന്നേ പറഞ്ഞ പോലെ ഇന്റേണലി ഏതോ ഒരു റേഡിയസ് സ്മോൾ ആറിൽ ഒരു സ്മോൾ റിങ്, ഒരു സിലിണ്ടർ എടുക്കുകയാണ്, ഒരു റിങ് കൺസിഡർ ചെയ്യുകയാണ്. ആ ലെയറിലുള്ള ഷിയർ സ്ട്രെസ് Q ആണെന്ന് വെച്ചാൽ എന്താണ് Q? തൊട്ട് മുന്നത്തെ ഇക്വേഷൻ വെച്ച് Q is equal to tau into small r by capital R അല്ലെ? tau by R into small r. ഇനി ഈ റിങ്ങിന്റെ എലിമെന്റൽ ഏരിയ എന്ന് പറയുന്നത് DA ആണെങ്കിൽ എന്താണ് അതിന്റെ വാല്യൂ? DA is equal to 2 pi into small r into dr അല്ലെ? ക്രോസ് സെക്ഷൻ ഏരിയ എന്ന് പറയുമ്പോൾ സർക്കംഫറൻസ് 2 pi r into thickness dr. ഈ സ്റ്റാർട്ടിംഗ് ഉള്ള ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഏതൊരു ഡെറിവേഷൻ എഴുതുമ്പോഴും അതിന്റെ സ്റ്റാർട്ടിംഗ് ഈ കൺസിഡർ എ സോളിഡ് സർക്കുലർ ഷാഫ്റ്റ് എന്നുള്ള അതിന്റെ എക്സ്പ്ലനേഷൻ മൊത്തം നിങ്ങൾ എഴുതിയിരിക്കണം. അല്ലാതെ ആദ്യം തന്നെ ഷിയർ സ്ട്രെസ് Q is equal to 2 by R into small r, DA is equal to 2 pi R into dr ഇങ്ങനെ എഴുതി പോകരുത്. We should explain what the case is. ഓക്കെ, അപ്പം ഇങ്ങനെ തന്നെ എഴുതി ആദ്യം ഓരോ ടേമും എക്സ്പ്ലെയിൻ ചെയ്തിട്ട് നമ്മൾ പറയുക നമ്മൾ ഇങ്ങനെ ഒരു എലിമെന്റൽ ഏരിയ ഓഫ് റിങ് കൺസിഡർ ചെയ്തു. അതിന്റെ ഏരിയ 2 pi R into dr ആണ്. അവിടെ ഉള്ള ഷിയർ സ്ട്രെസ് Q is equal to 2 by R into small r ആണ് എന്ന് എഴുതാം. ടേണിംഗ് ഫോഴ്സ് ഇൻഡ്യൂസിങ് ദിസ് ഷിയർ സ്ട്രെസ് എന്ന് പറയുന്നത് എന്താണ്? അപ്പൊ ഈ ട്വിസ്റ്റ് ചെയ്തപ്പോൾ ഷിയർ സ്ട്രെസ് Q ആയിരുന്നുണ്ടെങ്കിൽ ഈ സ്ട്രെസ്സിൽ നിന്ന് നമുക്ക് ഫോഴ്സ് എങ്ങനെ എടുക്കാം? ഈ സ്ട്രെസ്സിന്റെ ഏരിയ പോലെ. അപ്പൊ അതാണ് ഈ ടേണിംഗ് ഫോഴ്സ്, ട്വിസ്റ്റിംഗ് ഫോഴ്സ് is equal to induced shear stress Q into dA. അപ്പൊ Q is 2 into R by R into dA എന്താ? 2 pi R into dr. അപ്പൊ ഇതിനെ അപ്പൊ ഫോഴ്സ് മാത്രമേ ആയുള്ളൂ. നമുക്ക് വേണ്ടത് എന്താണ്? ഈ ഷിയറിനെ ഇൻഡ്യൂസ് ചെയ്യുന്ന ടോർക്കാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, അപ്പൊ ടോർക്ക് കണ്ടുപിടിക്കാൻ ഈ ഫോഴ്സ് വെച്ച് എന്ത് ചെയ്യണം? ഫോഴ്സിനെ റേഡിയസ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, റേഡിയസ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് ടോർക്ക് കിട്ടും. ടോർക്ക് ഡ്യൂ ടു ദ ടേണിംഗ് ഫോഴ്സ് ഓൺ ദ റിംഗ് dt, ചെറിയ റിങ്ങിലായതുകൊണ്ട് dt is equal to
ഈ 2r/r into 2πr into dr into radius r, small r. ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് 2/r into 2πr³ into dr എന്ന് കിട്ടും. So total torque in the circular solid section എന്ത് വരും? Integrating from 0 to സെൻറ്ററിലുള്ള 0 to എക്സ്ട്രീമിലുള്ള ക്യാപിറ്റൽ R. So T is equal to എന്ത് വരും? pi/16 2d³ എന്ന് വരും. ഓക്കെ, ഇതേ സ്റ്റെപ്പ് തന്നെയാണ് നമ്മൾ ടോർക്ക് ഒരു ഹോളോ സെക്ഷൻ വരുമ്പോൾ കണ്ടുപിടിക്കാനുള്ള മെത്തേഡ്. ഇതേ മെത്തേഡ് ഫോളോ ചെയ്താൽ മതി. എന്തായിരിക്കും അവിടെയുള്ള ചേഞ്ച്? ഒന്നാമത്തെ ചേഞ്ച്, നമുക്ക് ഒരു ഇന്റേണൽ ഡയമീറ്ററും ഉണ്ടാവും, ഇന്റേണൽ റേഡിയസും ഉണ്ടാവും, എക്സ്റ്റേണൽ റേഡിയസും ഉണ്ടാവും. അപ്പം നമ്മുടെ ലിമിറ്റ് വരുന്നത് 0 to r അല്ല, r ഇന്റേണൽ ടു r എക്സ്റ്റേണൽ ആണ്, അല്ലെങ്കിൽ അത് r ഔട്ടറും ആണ് അല്ലേ. അപ്പൊ ഇവിടെ രണ്ട് റേഡിയസ് വരുന്നു. അതാണ് ഇനി അടുത്ത ഹോളോ സർക്കുലർ ഷാഫ്റ്റിൽ പറയാൻ പോകുന്നത്. അപ്പൊ കൺസിഡർ എന്ന് പറഞ്ഞ് നമ്മൾ എക്സ്പ്ലനേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇന്റേണൽ റേഡിയസിന്റെ കാര്യം, എക്സ്റ്റേണൽ റേഡിയസ് ആർഒന്റെ കാര്യം ഒക്കെ പറയാം. അപ്പൊ സ്റ്റാർട്ടിങ് ബാക്കിയുള്ള എല്ലാം സെയിം ആണ്. dA is 2πr into dr. Shear stress Q at some radius small r is equal to tau into small r by external radius RO. But turning force എന്ത് വരും? Shear stress induced ചെയ്യുന്ന turning force is equal to shear stress Q into area dA. അത് tau r/RO into 2πr into dr വരും. ടോർക്ക് അപ്പം എന്താണ്? dt. ഈ Q into dA into r ആണ്, നേരത്തെ പോലെ സെയിം. അപ്പോൾ 2πr³ into dr എന്ന് വരും. ഇനി ടോട്ടൽ ടോർക്ക് ഓൺ ദ ഹോളോ സർക്കുലർ ഷാഫ്റ്റ് അപ്പം എന്താണ്? ഈ dt-നെ എവിടെ നിന്ന് തൊട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യണം? ഇന്റേണൽ ആർ തൊട്ട് എക്സ്റ്റേണൽ അല്ലെങ്കിൽ ഔട്ടർ ആർ വരെ. ഇപ്പോൾ ഇന്റഗ്രൽ ഫ്രം RI to RO r³ dr വരും ഇന്റഗ്രൽ ടേം. പുറത്ത് ടോയും ROയും 2πയും ഒക്കെ വരും. Therefore torque on the hollow circular shaft equation എന്താ? pi/16 tau into du raised to 4 minus di raised to 4 by du in terms of diameter. ഇതാണ് നമുക്ക് ടോർക്കിന് സോളിഡ് ആൻഡ് ഹോളോ സർക്കുലർ ഷാഫ്റ്റ്. ഈ ഡെറിവേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ സിമ്പിൾ ഡെറിവേഷൻ ആണ്. ഇനി നമുക്ക് നോക്കാനുള്ളത് ഈ ടോർക്ക് കാരണം അല്ലെങ്കിൽ ഈ ടോർക്ക് യൂസ് ചെയ്ത് നമുക്ക് എത്ര പവർ ട്രാൻസ്മിറ്റ് ചെയ്യാം. പവർ ട്രാൻസ്മിറ്റഡ് എന്ന് പറയുന്ന സെക്ഷൻ നമുക്ക് ടർബൈൻസിലൊക്കെ വരുന്ന ഒരു സെക്ഷനാണ്. ഷാഫ്റ്റിലൂടെ എത്ര പവർ ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും, ഇത്ര ടോർക്ക് ആൻഡ് നമ്പർ ഓഫ് റൊട്ടേഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ എത്ര പവർ ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം. ഇപ്പോൾ പവർ ട്രാൻസ്മിറ്റഡ് ബൈ എ ഷാഫ്റ്റ് with a mean torque of T, mean torque ആണ്. Okay, mean torque of T and n rotations per minute, RPM, rotations per minute ആണ്. n rotations per minute at an angular speed of omega. എന്താണ് ഇക്വേഷൻ? പവർ is equal to angular speed into നമ്മുടെ mean torque. ആംഗുലാർ സ്പീഡ് നമ്മൾ എങ്ങനെയാ പറയുന്നത്? 2πn/16. 2π ഒരു ഫുൾ റൊട്ടേഷൻ, അങ്ങനെ n നമ്പർ ഓഫ് റൊട്ടേഷൻസ് 2πn. അത് പെർ മിനിറ്റിലാണ്, ഇപ്പൊ സെക്കൻഡിലാക്കാൻ by60. ഓക്കെ, ഇൻടു ടോർക്ക്, അതാണ് നമ്മുടെ പവർ. ഇൻ വാട്ട്സ് ആണ് യൂണിറ്റ്. Okay, therefore power is equal to angular speed omega into torque T, which is equal to 2πn T/60. ഇത്ര വാട്ട്സ് ആണ് ഒരു ഷാഫ്റ്റിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന പവർ. ക്ലിയർ? ഇനി നമുക്ക് വേണ്ടത് സ്ട്രെയിൻ എനർജി ഡ്യൂ ടു ടോർഷൻ. നമ്മൾ ഡ്യൂ ടു ഷിയർ ഒക്കെ പഠിച്ചിരുന്നു, ഷിയർ ബെൻഡിങ് സ്ട്രെസ്സും ഒക്കെ നമ്മൾ നോക്കിയായിരുന്നു. അതുപോലെ നമ്മൾ ടോർഷൻ കാരണം ഇൻഡ്യൂസ്ഡ് ആകുന്ന സ്ട്രെയിൻ എനർജി എത്രയാണെന്ന് നോക്കാം. എന്താണ് സ്ട്രെയിൻ എനർജി ഇക്വേഷൻ? ഡ്യൂ ടു ഷിയർ, ടോർഷൻ ഉണ്ടാക്കുന്ന എന്ത് സ്ട്രെസ് ആണ്? ഷിയർ സ്ട്രെസ് ആണ് അല്ലെ. അപ്പൊ ഷിയർ സ്ട്രെസ് ഇൻഡ്യൂസ് ചെയ്യുന്ന സ്ട്രെയിൻ എനർജി ഇക്വേഷൻ എന്തായിരുന്നു? U is equal to tau square by 2c into volume V അല്ലെ. അപ്പൊ ഇവിടെ ടോയിനെ നമുക്ക് ടോർഷന്റെ ടേംസിലുള്ള ഇക്വേഷൻ ആക്കി മാറ്റാം. നമ്മൾ നേരത്തെ ഏരിയ ഡിഫൈൻ ചെയ്ത പോലെ ഇവിടെ വോളിയം ഡിഫൈൻ ചെയ്യണം.
ടോയിനെ നമ്മൾ ക്യൂവിൻ്റെ ടേംസിൽ ഡിഫൈൻ ചെയ്യും. ഇവിടെ ക്യൂ അല്ല, ടോ എക്സ് ആയിട്ടാണ് എഴുതിയിരിക്കുന്നത്. എലമെന്റൽ റിംഗ് നിങ്ങൾക്ക് ക്യൂ ആയിട്ട് തന്നെ വേണമെന്നുണ്ടെങ്കിൽ ക്യൂ ആയിട്ട് എഴുതാം. ഓക്കെ, ആസ് പെർ യുവർ വിഷ്, നിങ്ങൾക്ക് മനസ്സിലാക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് ഡിഫൈൻ ചെയ്യാം. സോ ലെറ്റ് us കൺസിഡർ a ring of thickness നേരത്തെ പോലെ dr at a radius small r. ഒരു സർക്കുലർ സോളിഡ് ഷാഫ്റ്റ് ആണ് ഓഫ് ടോട്ടൽ റേഡിയസ് ക്യാപിറ്റൽ ആർ, ലെങ്ത് എൽ ഉണ്ട്. ടോർഷൻ ഇൻഡ്യൂസ് ചെയ്യുന്ന ഷിയർ സ്ട്രെസ് ടോ ആണ് എന്നുണ്ടെങ്കിൽ സ്ട്രെയിൻ എനർജി യു ഇസ് ഈക്വൽ ടു 2 സ്ക്വയർ ബൈ 2c ഇൻറ്റു വോളിയം. വേർ ഈ എലമെന്റൽ റിംഗിൽ ഉള്ള ഷിയർ സ്ട്രെസ്സിനെ ഞാൻ ക്യൂ എന്നോ ടോ എക്സ് എന്നോ അസ്യൂം ചെയ്താൽ ഇറ്റ് വിൽ ബി ഈക്വൽ ടു എന്താ, ടോ ഇൻറ്റു ടോട്ടൽ ഷിയർ സ്ട്രെസ് ടോ ഇൻറ്റു സ്മോൾ ആർ ബൈ ക്യാപിറ്റൽ ആർ. നേരത്തെ പറഞ്ഞ അതേ കാര്യം. ഇനി ഏരിയ ഡിഫൈൻ, തൊട്ട് മുന്നേ ഏരിയ ഡിഫൈൻ ചെയ്തതുപോലെ വോളിയം എനിക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? വോളിയം ഓഫ് ദ റിംഗ് ഇസ് ഈക്വൽ ടു ഈ ഏരിയ ഡി എ ഇൻറ്റു ലെങ്ത്. അത് അതേപോലെ നമുക്ക് ഡി എക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ ഒന്നും ഇടാതെ തന്നെ നമുക്ക് ഡെറിവേഷൻ ക്യാരി ഔട്ട് ചെയ്യാം. അപ്പം നമുക്ക് ടോയ്ക്കും വോളിയം വിയിനും ഈ യുവിൻ്റെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ therefore du is equal to ടോ സ്ക്വയറിന് പകരം ഇവിടെ എന്ത് വരും? ടോ എക്സ് വരും, ഡിക്ക് വരും ഡി എ ഇൻറ്റു എൽ വരും. ഇങ്ങനെയാണ് ചേഞ്ച് വരുന്നത്, കണ്ടോ? അപ്പോൾ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോഴത്തേക്കും യു ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 ടു ആർ. ടോ എക്സിന് പകരം നമ്മൾ എന്താകും? ആർ ബൈ ആർ ഇൻറ്റു ടു സ്ക്വയർ ബൈ 2c ഇൻറ്റു വോളിയം എന്തായി? ഡി എ ഇൻറ്റു എൽ ആയി. ഇവിടെ എന്തൊക്കെയാണ് കോൺസ്റ്റൻസ്? ടോ കോൺസ്റ്റന്റ് ആണ്, എൽ കോൺസ്റ്റന്റ് ആണ്, സിയും ആറും കോൺസ്റ്റന്റ് ആണ്. ഇതെല്ലാം പുറത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് ഇൻ്റഗ്രേഷനകത്ത് എന്ത് മാത്രമേ ഉള്ളൂ? ആർ സ്ക്വയറും ഡി എയും ആകും. Integral r square dA is the polar moment of inertia of circular shaft. Okay, നമ്മളൊരു സർക്കുലർ സോളിഡ് ഷാഫ്റ്റിന്റെ കാര്യമാണ് പറയുന്നത്. ഇന്റഗ്രൽ ആർ സ്ക്വയർ ഡി എ എന്ന് പറയുന്നത് ജെ ആണ്, പോളാർ മൊമെന്റ് ഓഫ് ഇനേർഷ്യ. മൊമെന്റ് ഓഫ് ഇനേർഷ്യ പോലെ തന്നെയാണ് ഇവിടെ പോളാർ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ആണെന്ന് മാത്രം. ഓക്കെ, ജെ. ഇതിന് ജെയിന് ഓരോ സെക്ഷൻസിനും ഓരോ വാല്യൂ ഉണ്ട്. സോളിഡ് സർക്കുലർ ഷാഫ്റ്റിന് ഒരു വാല്യൂ ഉണ്ട്, ഹോളോ സർക്കുലർ ഷാഫ്റ്റിനും ഒരു വാല്യൂ ഉണ്ട്. അത് നമുക്ക് ജെയ്ക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതി. സോ ഫൈനലി നമുക്ക് യു എങ്ങനെ കിട്ടും? യു ഇസ് ഈക്വൽ ടു നമ്മുടെ ടോ സ്ക്വയർ എൽ ബൈ 2c ആർ സ്ക്വയർ ഇൻറ്റു പോളാർ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ജെ. ഇതാണ് സ്ട്രെയിൻ എനർജി ഡ്യൂ ടു ടോർഷൻ അല്ലെങ്കിൽ ടോർഷൻ ഇൻഡ്യൂസ്ഡ് ഷിയർ. ഓക്കെ, അപ്പൊ ഇതിനകത്ത് ഇനി ജെ, പോളാർ മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്താണെന്ന് നോക്കാം. സോളിഡ് സർക്കുലർ ഷാഫ്റ്റ് വരുമ്പോഴത്തേക്കും ഇതിന്റെ ഇക്വേഷൻ പൈ ബൈ 32 ഡി റേസ് ടു 4ഉം, ഹോളോ സർക്കുലർ ഷാഫ്റ്റ് വരുമ്പോൾ പൈ ബൈ 32 d0 അല്ലെങ്കിൽ do റേസ് ടു 4 മൈനസ് di റേസ് ടു 4ഉം ആണ്. ഓക്കെ, നമ്മൾ സാധാരണ മൊമെന്റ് ഓഫ് ഇനേർഷ്യ എമ്മും ഐയും വൈയും ഒക്കെ പറഞ്ഞപ്പോഴത്തേക്കും ഐ ബൈ വൈ ഇസ് ഈക്വൽ സെക്ഷൻ മോഡുലസ് ഇസഡ് എന്ന് പറഞ്ഞിരുന്നു ഇല്ലേ? സാധാരണ സെക്ഷൻ മോഡുലസ് ഇസഡ് ഇസ് ഈക്വൽ ടു ഐ ബൈ വൈ. അതുപോലെ തന്നെ നമുക്ക് പോളാർ മൊമെന്റ് ഓഫ് ഇനേർഷ്യന്റെ കൂടെ നമുക്ക് പറയാവുന്ന ഒരു ടേമാണ് പോളാർ മോഡുലസ്, ഇസഡ് പി. പോളാർ മോഡുലസ് ഇസ് എ റേഷ്യോ ഓഫ് പോളാർ മൊമെന്റ് ഓഫ് ഇനേർഷ്യ. ഐന് പകരമാണ് ഇവിടെ ജെ വരുന്നത്. ഓക്കെ, അപ്പൊ റിലേറ്റ് ചെയ്ത് പഠിക്കും. ഐ ബൈ വൈ വന്നതിന് പകരം ഇവിടെ ഇസഡ് പി എന്താകും? ഐ ബൈ വൈന് പകരം ജെ ബൈ, ഇവിടെ മാക്സിമം ഡെപ്ത് എന്താണ്? സെൻട്രൽ നിന്നും അല്ലെങ്കിൽ ന്യൂട്രൽ ആക്സിസിൽ നിന്നും എക്സ്ട്രീം ഫൈബർ വരെ റേഡിയസ് ആണ്. അവിടെ വൈ ആയിരുന്നു d/2, ഒരു റെക്ടാങ്കിൾ ആണെങ്കിൽ d/2 വരും. ഇവിടെ വൈക്ക് പകരം ആറ് വരും. അപ്പം ഇസഡ് ഇസ് ഈക്വൽ ടു ഐ ബൈ വൈ ആണെങ്കിൽ പോളാർ മോഡുലസ് ഇസഡ് പി ഇസ് ഈക്വൽ ടു ജെ ബൈ ആർ. ഓക്കെ, ഐ നമുക്ക് മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഇക്വേഷൻസ് ഉണ്ട്, ജെ ഇവിടെ സർക്കുലർ സോളിഡ് ഷാഫ്റ്റും ഹോളോ സർക്കുലർ ഷാഫ്റ്റും ഉണ്ട്. ഓക്കെ, അല്ലാതെ ബാക്കിയുള്ള സെക്ഷൻസിന് നമുക്ക് ജെ ഇക്വേഷൻസ് കണ്ടുപിടിക്കാം. അപ്പൊ ജെ ബൈ ആർ ആണ് പോളാർ മോഡുലസ്. ഇത്രയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻസ്. അതിൻ്റെ കൂടെ നമ്മൾ ഫ്ലെക്ചറൽ ഫോർമുല പറഞ്ഞതുപോലെ ഇത് നമ്മുടെ സിഗ്മ ബൈ വൈ ഇസ് ഈക്വൽ ടു എം ബൈ ഐ, ആ ഫോർമുലയുടെ കൂടെ നമുക്ക് ടോർഷനും ഒരു ടോർഷണൽ ഫോർമുല പറയാം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ടോർഷണൽ ഫോർമുല.
ഇൻ്റർവ്യൂ അല്ലെങ്കിൽ ഏതെങ്കിലും കോമ്പറ്റേറ്റീവ് എക്സാം പോയിന്റ് ഓഫ് വ്യൂ ആണെങ്കിലും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് ഫോർമുലാസ് ആണ് ഫ്ലെക്ഷറൽ ഫോർമുലയും ടോർഷണൽ ഫോർമുലയും. ഫ്ലെക്ഷറിൽ എഴുതിയ പോലെ തന്നെ നമുക്ക് കമ്പയർ ചെയ്ത് എഴുതാവുന്ന ഫോർമുലയാണ് ടോർഷണൽ ഫോർമുല. ഇറ്റ് ഈസ് T/J. T എന്താണ് ഇവിടെ? ടോർക്ക്. ദാറ്റ് ഈസ് ഇവിടുത്തെ മൊമെന്റ് ആണ്, ടോർഷനിലുള്ള മൊമെന്റ് ആണ്, ഫോഴ്സിന്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. അപ്പൊ അവിടെ M/I പറയുന്ന പോലെ ഇവിടെ T/J, ഐക്ക് പകരം J, പോളാർ മൊമെന്റ് ഓഫ് ഇനേർഷ്യ. അപ്പൊ T/J ഇസ് ഈക്വൽ ടു സിഗ്മ ബൈ വൈ വന്നതിന് പകരം ഇവിടെ സിഗ്മയ്ക്ക് പകരം ഷിയർ സ്ട്രെസ് 2, വൈക്ക് പകരം റേഡിയസ് R. ഓക്കെ, ഈസ് ഈക്വൽ ടു സി തീറ്റ ബൈ എൽ. അവിടെ E/R വന്നപ്പോൾ ഇവിടെ സി തീറ്റ ബൈ എൽ വന്നു. ഓക്കെ, ഇതാണ് ടോർഷണൽ ഫോർമുല. ഫ്ലെക്ഷറുമായിട്ട് കമ്പയർ ചെയ്ത് പഠിച്ചാൽ എളുപ്പമാണ്. ടോർഷണൽ ഫോർമുല കാണാൻ അറിഞ്ഞിരിക്കണം. അതിൽ നിന്നും നമുക്ക് എടുക്കാവുന്ന മറ്റൊരു ടേമാണ് ടോർഷണൽ റിജിഡിറ്റി. EI ഫ്ലെക്ഷറൽ റിജിഡിറ്റി പറയുന്ന പോലെ ടോർഷണൽ റിജിഡിറ്റി ഇറ്റ് ഇസ് എ സ്റ്റിഫ്നെസ് ഓഫ് സർക്കുലർ ഷാഫ്റ്റ്. It is the torque required to produce a twist of 1 radian per unit length of shaft. അതായത് ഈ കാണുന്ന ഇക്വേഷൻ C into J എന്നോ T into L by theta എന്നോ പറയാം. ഇപ്പൊ T into L by theta വെച്ചാണ് ഈ ഡെഫിനിഷൻ പറഞ്ഞിരിക്കുന്നത്. ടോർഷണൽ റിജിഡിറ്റി ഈക്വൽ ടു T into L by theta where L 1 ആകണം, തീറ്റ 1 ആകണം. അതാണ് തീറ്റ റേഡിയൻസ് അല്ലെങ്കിൽ 1 റേഡിയൻ പെർ യൂണിറ്റ് ലെങ്ത്. തീറ്റ ബൈ എൽ എന്ന് എഴുതിയാൽ 1 റേഡിയൻ പെർ യൂണിറ്റ് ലെങ്ത് ട്വിസ്റ്റ് ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്ന ടോർക്കാണ് എന്ത്? ടോർഷണൽ റിജിഡിറ്റി. ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത്രയുമാണ് നമുക്ക് മോഡ്യൂൾ 5 പാർട്ട് 3 പറയാനുള്ളത്. അപ്പം പാർട്ട് 1, 2, 3 മോഡ്യൂൾ 5 കഴിഞ്ഞു. ഓൾമോസ്റ്റ് എല്ലാ മോഡ്യൂളും കവേർഡ് ആയിട്ടുണ്ട്. ഇനി നമുക്കുള്ളത് പ്രോബ്ലംസ് ആണ്. ഞാൻ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്യാം. അതിൽ നമുക്ക് പ്രോബ്ലംസ് ചെയ്യുമ്പോൾ എക്സ്ട്രാ വരുന്ന ചില ഇക്വേഷൻസും കാര്യങ്ങളും ചില പാർട്സും ഒക്കെ നമുക്ക് അവിടെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇനി എന്തെങ്കിലും പോർഷൻ മിസ് ഔട്ട് ചെയ്തു എന്ന് നിങ്ങൾക്ക് തോന്നുകയാണ്, നിങ്ങളുടെ കോളേജിലോ ടീച്ചേഴ്സോ പഠിപ്പിച്ച പോർഷൻസ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഡു കമൻറ്റ് ബിലോ. അത് നമുക്ക് ക്ലാസ് ഒരു മേക്കപ്പ് സെക്ഷൻ ആയിട്ട് എടുക്കാം. അതിൽ ഈ പറഞ്ഞ മിസ് ഔട്ട് ചെയ്ത പോർഷൻസ് മൊത്തം നമുക്ക് കവർ ചെയ്യാവുന്നതാണ്. അപ്പം അടുത്ത വീഡിയോ പ്രോബ്ലംസ് ആയിരിക്കും. സോ കീപ് അപ്ഡേറ്റഡ് വിത്ത് മൈ ചാനൽ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. Thank you so much.